بسم الله الرحمن الرحيم وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ച്, പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുയോജ്യമാക്കി തന്ന സർവാധിനാഥനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. പടച്ചതമ്പുരാൻ മനുഷ്യരായ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ധാരാളം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ് നമ്മളെല്ലാവരും.
വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 80-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനും ആ അനുഗ്രഹം ലഭിച്ച ആളുകൾ ഏതൊക്കെ വിധത്തിലാണ് ശുക്ർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുവാനും സഹായിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് വീട് എന്ന് പറയുന്നത്. ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് മനുഷ്യരായ എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പല ആളുകളും വീട് എന്ന ഒരു സ്വപ്നവുമായി പ്രവാസ ലോകത്തേക്ക് കടന്നു വന്ന ആളുകളാണ്. സുദീർഘമായ വർഷങ്ങൾ വീടുണ്ടാക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. വീടിനെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ നമുക്ക് വിശദീകരിക്കാൻ പറയുവാൻ സാധിക്കുമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് വീട്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളുമെല്ലാം തീർക്കുവാനുള്ള ഒരു കേന്ദ്രമായി വീടിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്ന രംഗം ഹദീസുകളിൽ സുവിധമാണ്. ഹിറാ ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയും വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്ത സന്ദർഭം. ഭയന്ന് വിറച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിയെത്തുന്നത് തൻ്റെ വീട്ടിലേക്കാണ്. അഭയ കേന്ദ്രമാണ് വീട് എന്നർത്ഥം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലുവാനുള്ള കേന്ദ്രമാണ് വീട് എന്ന് ഞാനും നിങ്ങളുമെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. അല്ലാഹു നിങ്ങൾക്ക് വീടുകളെ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കിയിരിക്കുന്നു, സമാധാനത്തിൻ്റെ ഭവനങ്ങളാക്കിയിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ജീവിച്ച ഫറോവ ചക്രവർത്തിയുടെ ഭാര്യയായിരുന്ന ആസിയ ബീവി, അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ പ്രാർത്ഥിച്ചു, ഇത് ഖാലത്ത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവേ, ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള അവരുടെ പ്രാർത്ഥന, രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, നിന്റെ അടുക്കൽ നിന്റെ സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് തരണമെന്നാണ്. ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു ഭവനത്തിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് സൂറത്തു തഹരീമിലെ 11-ാമത്തെ ആയത്തിൽ വായിക്കാൻ സാധിക്കും. വീടിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തൂവാ ലിമൻ മലക ലിസാനിഹി
3 വിഭാഗം ആളുകളെ സംബന്ധിച്ച് പ്രവാചക തിരുമേനിയ ഹദീത്തിൽ പഠിപ്പിച്ചു, മംഗളം ആശംസിച്ചു. നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ വീട് വിശാലമാക്കുന്ന ആളുകൾക്ക്, താൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയുന്ന വേദനിക്കുന്ന ആളുകൾക്ക് മംഗളാശംസകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞു, മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് 3 കാര്യങ്ങൾ മനുഷ്യന്റെ സൗഭാഗ്യമാണ് എന്ന് പഠിപ്പിച്ചു. ആ സൗഭാഗ്യങ്ങൾ എണ്ണിപ്പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൽ ജാറു സ്വാലിഹു വൽ മർകബുൽ ഹനിയു വൽ മസ്കനുൽ വാസിഅ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അങ്ങനെയായിരുന്നു. നല്ല അയൽവാസി, നല്ല വാഹനം, വിശാലമായ വീട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സൗഭാഗ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ നേരെ വിപരീതം പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും. വീട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ പഠിപ്പിച്ചു, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ അദാബിന്റെ ഒരു കഷ്ണമാണ്. യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു. എന്തുകൊണ്ടാണ് യാത്ര ഒരു ശിക്ഷയുടെ കഷ്ണമാണ് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചത്? അതവന്റെ ഭക്ഷണത്തെയും വെള്ളത്തെയും ഉറക്കത്തെയും ഒക്കെ മുറിച്ചു കളയുന്നുണ്ട്. സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരുപക്ഷെ യാത്രയിൽ സാധിച്ചു കൊള്ളണമെന്നില്ല. സാധാരണ ഉറങ്ങുന്ന സമയത്ത്, സാധാരണ വെള്ളം കുടിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ യാത്രയിലുണ്ട്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഫഇദാ ഖലാ നഹ്മതുഹു ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലിഹി. എന്തിനു വേണ്ടിയാണോ യാത്ര പുറപ്പെടുന്നത്, ആ യാത്രയുടെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ പെട്ടെന്ന് അവന്റെ വീട്ടിലേക്ക്, അവന്റെ കുടുംബത്തിലേക്ക് അവൻ മടങ്ങട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വീടിന് ധാരാളം പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുണ്ട്. വീടൊരു സമാധാനത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് വീടിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. വീട് വിശാലമായ ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മംഗളാശംസകൾ നേർന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഹദീസുകളിലും ഖുർആനിലും ഉണ്ട്. എങ്കിലും നമ്മുടെയൊക്കെ വീടുകൾ ഈ പറയപ്പെട്ട രീതിയിലുള്ള ഒരു ലക്ഷ്യം, പറയപ്പെട്ട ഹദീസുകളിലും ഖുർആനിലുമൊക്കെ വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു വീടാക്കി മാറ്റാൻ നമ്മളിൽ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കണം. നമ്മളിൽ പല ആളുകളുടെയും വീടുകൾ ചെകുത്താന്റെ താവളമാണ്, പിശാചിന്റെ താവളമാണ്. വിശദീകരിക്കുമ്പോൾ നമ്മുടെ വീടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളിൽ പല ആളുകൾക്കും പറയേണ്ടി വരും, എൻ്റെ വീട് ഒരു ചെകുത്താന്റെ, പിശാചിന്റെ താവളമാണ് എന്ന് പല ആളുകൾക്കും പറയേണ്ട സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. അതൊന്നും ഏറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ സമാധാനം നിറഞ്ഞ നല്ല അന്തരീക്ഷത്തിലുള്ള ഒരു വീട് ആക്കി മാറ്റാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം കാര്യങ്ങൾ. പ്രവാചക തിരുമേനി പറഞ്ഞു, വീടുകളിൽ നമസ്കാരം നടക്കണം, വീടുകളിൽ നമസ്കാരം ഉണ്ടാകണം. അത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായിക്കൊണ്ടാണ് അവൻ നമസ്കരിക്കേണ്ടത്. കാരണങ്ങളില്ലാതെ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ജമാഅത്ത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്നാൽ വീടിൽ വെച്ച് നടക്കേണ്ട നമസ്കാരം ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഫ്ളലു സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾ അവന്റെ വീടുകളിൽ വെച്ച് നിർവഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പള്ളികളിൽ വെച്ചുകൊണ്ട് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ആ നമസ്കാരം അവന്റെ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതിനാണ് എന്നാണ് ഹദീസിന്റെ വിശദീകരണത്തിലും
ഹദീസിന്റെ പദങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഹദീസ് കേട്ട് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി സാധാരണ പള്ളിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകൾ വീട്ടിലേക്ക് സുന്നത്ത് നമസ്കാരം മാറ്റുന്നത് നല്ലതാണ്. പക്ഷേ ഞാനങ്ങനെ ഇനി പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലും പള്ളിയിലും നമസ്കരിക്കാത്ത ഒരവസ്ഥയുണ്ടാകുന്നതിനെ എൻ്റെ സഹോദരങ്ങൾ ഭയപ്പെടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ നമസ്കാരങ്ങൾ നടക്കണം. സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ സുബഹി നമസ്കാരത്തിന്റെ സുന്നത്ത് നമസ്കാരം നമ്മുടെ വീട്ടിൽ വെച്ച് നിർവഹിക്കണം. വുളു എടുത്താൽ 2 റക്അത്ത് നമസ്കാരമുണ്ട്, അത് നമ്മുടെ വീടുകളിൽ വെച്ച് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്തുകൊണ്ട് തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന സുന്നത്തായ നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് പള്ളിയിലേക്ക് പോകുന്ന മനുഷ്യന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് വിശദീകരിച്ചത് മുൻപ് ഒരുപാട് തവണ നാം ഈ വേദിയിൽ തന്നെ ഈ സദസ്സിൽ തന്നെ വിശദീകരിച്ചതാണ്. അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ആ ഒരു മേഖലയിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമുണ്ട്. ആ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കുവാൻ കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ വീടുകളിൽ നമസ്കാരം നടക്കട്ടെ. നമ്മുടെ സ്ത്രീകൾ വീടുകളിലാണ് അവർ നമസ്കരിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ നമസ്കാരങ്ങൾക്ക് പള്ളി അവർക്ക് അനുവദനീയമാണ്. പള്ളി നിർബന്ധമാണ് എന്നല്ല. ധാരാളം ഹദീത്തുകളിൽ ഏകദേശം 150ഓളം ഹദീത്തുകളിൽ സ്ത്രീകൾക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകാൻ അനുവാദമുള്ള ഹദീത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. വിരലിലെണ്ണാവുന്ന 5ൽ താഴെ ഹദീത്തുകൾ മാത്രമാണ് ജുമഅക്ക് സ്ത്രീകൾ പള്ളിയിൽ പോയതിന് നമുക്ക് തെളിവായി ഹദീത്തുകളിൽ വായിക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള തെളിവുകളെല്ലാം സാധാരണ സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ എതിർക്കുന്ന, അത് ഹറാമാണ് എന്ന് വാദിക്കുന്ന, പാടില്ല എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ തെളിവ് പറയുമ്പോൾ, സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ് എന്ന തെളിവ് പറയുമ്പോൾ നമുക്ക് ഉദ്ധരിക്കാനുള്ള 145ഓളം ഹദീത്തുകൾ ജുമഅ അല്ലാത്ത ജമാഅത്ത് നമസ്കാരങ്ങളിൽ സ്ത്രീകൾ പങ്കെടുത്ത ഹദീത്തുകളാണ്. എന്നാൽ നമ്മളിൽ പല സ്ത്രീകളും പങ്കെടുക്കാറുള്ളത് ജുമാ നമസ്കാരത്തിന് മാത്രമാണ്. നിർബന്ധമാണ് എന്നല്ല പറയുന്നത്, സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്. ജമാഅത്ത് നമസ്കാരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം. വീടിന്റെ സമീപത്ത് പള്ളിയുണ്ട് എങ്കിൽ ആ പള്ളിയിൽ പോകുവാനുള്ള സൗകര്യം സ്ത്രീകൾക്കുണ്ട് എങ്കിൽ അവർ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ, പള്ളിയിൽ പോയി ഒരു പുരുഷൻ നിർവഹിക്കുമ്പോൾ അവനെന്തെല്ലാം പ്രതിഫലങ്ങൾ കിട്ടുമോ, അവൻ പള്ളിയിലേക്ക് അവന്റെ ഒരു കാലടി വെച്ചാൽ, അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ, അങ്ങനെയുള്ള പ്രതിഫലങ്ങളെല്ലാം സ്ത്രീകൾക്കും ലഭിക്കും എന്നത് മനസ്സിലാക്കേണ്ടതാണ്. സ്ത്രീകൾ സാധിക്കുന്ന ആളുകൾക്ക് പള്ളിയിൽ പോകാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ കൂടെ ജീവിച്ച പ്രവാചകന്റെ സഹാബത്തും അവരിൽ പല ആളുകളുടെയും ഭാര്യമാർ പള്ളിയിൽ വന്നതിന്, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ വന്നതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സ്ത്രീകളും നിർബന്ധ നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കുന്നത് എങ്കിൽ സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ വീടുകളിൽ നടക്കേണ്ട മറ്റൊരു കാര്യമാണ് ഖുർആൻ പാരായണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം വീടുകളിൽ നടക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്, നമ്മളിൽ ആരുടെയൊക്കെ വീടുകളിൽ ഖുർആനിന്റെ പാരായണം നടക്കുന്നുണ്ട്, നമ്മളിൽ ആരൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, നമസ്കാരങ്ങളിൽ ഓതുന്ന സൂറത്തുകൾ നമ്മളൊക്കെ ഓതുന്നുണ്ട്. ഇന്ന് ഖുർആൻ ഓതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓതിയിട്ടുണ്ട് എന്ന് മറുപടി പറയാൻ സാധിക്കും. കാരണം നമ്മളൊക്കെ നമസ്കരിക്കുന്ന ആളുകളാ, 5 വക്ത് നമസ്കരിക്കുന്ന ആളുകളാ. അതുകൊണ്ട് തന്നെ ആ 5 വക്തിലുള്ള ഖിറാഅത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ഖുർആൻ ഓതി എന്ന് പറയാം. പക്ഷേ നമസ്കാരങ്ങൾക്ക് പുറമെ ജീവിതത്തിൽ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ എല്ലാ ദിവസങ്ങളിലും ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കാൻ നമ്മളിൽ എത്ര ആളുകൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്? ഖുർആനുമായി കൊണ്ട് ബന്ധം സ്ഥാപിക്കാത്ത ആളുകൾ അവർ തിന്മയുടെ ലോകത്തേക്ക് പ്രവേശിക്കുവാൻ സാധ്യതകൾ ഏറെയാണ് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനുമായി ബന്ധപ്പെടാൻ, ഖുർആൻ നമ്മുടെ വീടുകളിൽ പാരായണം നടത്താൻ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അന്നബി ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തജഅലു ബുയൂതകും മഖാബിറ വഇന്നൽ ബൈത അല്ലദി യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലുഹു ശൈത്വാൻ. എന്താ റസൂലിന്റെ അധ്യാപനം? നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കാൻ പാടില്ല. തീർച്ചയായും സൂറത്തുൽ ബഖറ നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ പിശാച് അവന്റെ വീട്ടിൽ പ്രവേശിക്കുകയില്ല. പിശാച്
എവിടെ പ്രവേശിക്കില്ല? വീട്ടിൽ പ്രവേശിക്കില്ല. പിശാജ് വീട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ എന്തു വേണം? സൂറത്തുൽ ബഖറ ഓതണം. ആരാ പിശാജ്? മനുഷ്യന്റെ ശത്രുവാണ്. മനുഷ്യന്റെ ശത്രുവാണ്. വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ പിശാചിനെ സംബന്ധിച്ചുള്ള അധ്യാപനങ്ങൾ കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലു അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അങ്ങനെ തുടങ്ങുന്ന ഹലാലും ഹറാമിനെ കുറിച്ചും എല്ലാം വിശദീകരിക്കുന്ന പല ആയത്തുകളുടെയും അവസാന ഭാഗത്ത് കാണാൻ സാധിക്കും ലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അവൻ ആരാണ്? ഇന്നഹു ലക്കും അദുവൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. പിശാച് നമ്മുടെ ശത്രുവാണ്. അവനെ ശത്രുവായി മനസ്സിലാക്കണം. അവനെ പരാജയപ്പെടുത്താൻ ഇസ്ലാം എന്തൊക്കെയാണോ മുന്നോട്ട് വെച്ചത് ആ കാര്യങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. പല രീതിയിലൂടെ പിശാച് ഉപദ്രവിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ അത് നമുക്ക് വിശദീകരിക്കാം. ഇവിടെ പിശാച് മനുഷ്യന്റെ ശത്രുവാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ, നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, ഒരുപക്ഷെ നമുക്ക് രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള, ഒരുപക്ഷെ നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആ പിശാചിന് നമ്മുടെ വീട്ടിൽ പ്രവേശനം ലഭിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം നടക്കണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിമിന്റെ 1-ാം വാള്യം 539 ഹദീസിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കണം. വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ, മക്കളോട് സംസാരിക്കുമ്പോൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ പലതും പറയും. വീട്ടിൽ ഖുർആൻ ഓതിയോ എന്ന് ചോദിക്കുന്ന എത്ര പിതാക്കളുണ്ട്, എത്ര രക്ഷിതാക്കളുണ്ട്, എത്ര ജ്യേഷ്ഠന്മാരുണ്ട്, എത്ര അനുജന്മാരുണ്ട്. അനിയനോട് നീ ഖുർആൻ ഓതാറുണ്ടോ? നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണം നടക്കണം, നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതണം എന്ന് ആരൊക്കെയാണ് ഉപദേശിക്കാറുള്ളത്? നമ്മുടെ വീടുകൾ ചെകുത്താന്റെ താവളമാകാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ നിന്ന് പിശാച്, ശൈത്താൻ ഓടിപ്പോകുന്ന രംഗമാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ വീട്ടിൽ പിശാച് പ്രവേശിക്കരുത്. അതിനെന്തു വേണം? ഖുർആനിന്റെ പാരായണം നമ്മുടെ വീട്ടിൽ നടക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയാണ്. അൻ നബി മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക തിരുമേനി പഠിപ്പിച്ചു, മസലുൽ ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ഓർക്കുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടിന്റെയും അല്ലാഹുവിനെ സ്മരിക്കാത്ത വീടിന്റെയും ഉപമയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലാഹുവിനെ ഓർക്കുന്ന വീട് ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്, അല്ലാഹുവിനെ ഓർക്കാത്ത വീട് മയ്യത്തായ മനുഷ്യനെ പോലെയാണ്. ഒരു മയ്യത്തിന്റെ അവസ്ഥ എന്താ? ഒരു മയ്യത്തിന്റെ സാഹചര്യം എന്താ? ഒരു ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതുപോലെയാണ് അള്ളാഹുവിനെ ഓർക്കുന്ന വീടും അള്ളാഹുവിനെ ഓർക്കാത്ത വീടും. നമ്മുടെ വീട് ഏത് വീടാണ്? എന്റെയും നിങ്ങളുടെയും വീട് ഏത് വീടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. നമ്മുടെ വീടുകളിൽ പടച്ച തമ്പുരാനെ സ്മരിക്കണം, നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതണം, നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിച്ചു, നമ്മുടെയൊക്കെ വീടുകളിൽ ചെകുത്താന്റെ താവളമാകുവാനുള്ള കാരണമായി പല വീടുകളിലും ഫോട്ടോകളുണ്ട്, പല വീടുകളിലും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പലതും പറഞ്ഞിട്ടുണ്ട് ആ വിഷയത്തിൽ. ജീവനുള്ള വസ്തുക്കൾ കളി ഉപകരണത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അത് തന്നെ കളി ആവശ്യം കഴിഞ്ഞാൽ, കുട്ടികളുടെ ആവശ്യം കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കണം. അതിങ്ങനെ പുറത്ത് ഷോക്ക് വേണ്ടി, കാണാൻ വേണ്ടി മറ്റുള്ള രീതിയിലൊന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ വിശദീകരിച്ചത് ഫത്വകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന വസ്തുതയാണ്. പല ആളുകളുടെയും വീടുകളിൽ അലമാരകളിൽ ഭംഗിയായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് മൃഗങ്ങളുടെ രൂപങ്ങളാണ്. ചുമരുകളിൽ ജീവനുള്ള ആളുകളുടെ ചിത്രങ്ങളുണ്ട്, സിനിമാ നടന്മാരുടെ ചിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ പല ആദൈവങ്ങളുടെയും ചിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ചിത്രങ്ങൾ, മരണപ്പെട്ടു പോയ പിതാവിന്റെ ചിത്രം, മരണപ്പെട്ടുപോയ മാതാവിന്റെ ചിത്രം, മക്കളുടെ ചിത്രമൊക്കെ ചുമരുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ നമ്മുടെയൊക്കെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരാണിത് പഠിപ്പിച്ചത്? മരണപ്പെട്ടു പോയ വ്യക്തികളുടെ ചിത്രങ്ങൾ ചുമരുകളിൽ സൂക്ഷിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെയുള്ള വീടുകളിലേക്ക് മലക്കുകൾ കടന്നു വരില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ വീടുകളിൽ ചുമരുകളിൽ ചിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മരണപ്പെട്ടു പോയ ആളുകളെ ഓർക്കാൻ വേണ്ടിയാണ് ചിത്രം വെക്കുന്നത് എന്നാണ് പല ആളുകളും ന്യായീകരണമായി പറയാറുള്ളത്. ചിത്രങ്ങൾ ഉണ്ടായാലേ ഓർക്കാൻ പറ്റൂ.
അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? പടച്ചതമ്പുരാനെ ഓർക്കാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാതെ നമ്മളൊരു ദിവസം കടന്നു പോകുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേര് പറയാതെ, ഇബ്രാഹിം എന്ന് പറയുന്ന മഹാനായ പ്രവാചകനെ കുറിച്ച് ഓർക്കാതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ദിവസം കടന്നു പോകുന്നുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബിയെ ഓർക്കാൻ ഇബ്രാഹിം നബിയുടെ ചിത്രം ആവശ്യമുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാൻ പ്രവാചകന്റെ ചിത്രം നമ്മുടെ വീട്ടിലുണ്ടോ? അള്ളാഹുവിനെ ഓർക്കാൻ പടച്ചതമ്പുരാന്റെ ചിത്രം നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അതൊക്കെ വെറും ന്യായീകരണങ്ങൾ മാത്രമാണ്. മരണപ്പെട്ടു പോയ ആളുകളുടെ ചിത്രങ്ങൾ ആരുടെയെങ്കിലും വീടുകളിലെ ചുമരുകളിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതുണ്ട്, അത് മാറ്റിവെക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിൽ ആരെങ്കിലും ചിത്രങ്ങൾ വരയ്ക്കുകയും ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കുകയാണ് എങ്കിൽ അവരോട് നാളെ പരലോകത്ത് അതിന് ജീവനിട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുമെന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഗൗരവമായി കൊണ്ട് ആ വിഷയങ്ങൾ നമ്മൾ കാണണം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ പിശാച് കടന്നു വരുവാനുള്ള, പിശാചിന്റെ കേന്ദ്രങ്ങളാകുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ ഓർക്കുന്ന വീട് ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്. അള്ളാഹുവിനെ ഓർക്കാത്തവൻ, അവന്റെ വീട് മയ്യത്തിനെ പോലെയാണ്. എത്രയെത്ര പ്രാർത്ഥനകളാണ് നമ്മുടെ വീടുകളിൽ വെച്ച് നാം നടത്തേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൻ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയാ, പ്രവാചക തിരുമേനി പറഞ്ഞു, ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമിഹി ഖാല ശൈത്വാൻ ലാ മബീത ലക്കും വലാ അശാ. പ്രവാചകന്റെ അധ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അവനവന്റെ വീട്ടിൽ പ്രവേശിച്ചു. അവനവന്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അവൻ അല്ലാഹുവിനെ ഓർത്തു. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് പിശാച് പറയും, അവന്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോഴും അവൻ ഭക്ഷണം കഴിച്ചപ്പോഴും അവൻ പടച്ചതമ്പുരാനെ ഓർത്തു. ഖാല ശൈത്വാൻ, അപ്പോൾ ശൈത്താൻ പറയും, ലാ മബീത ലക്കും വലാ അശാ, ഇന്നിവിടെ താമസിക്കാനും പറ്റൂല, ഇവിടെ നിന്ന് ഭക്ഷണവുമില്ല, ഇന്നിവിടെ താമസിക്കാനുള്ള സാഹചര്യവുമില്ല, ഇന്നിവിടെ നിന്ന് ഭക്ഷണവുമില്ല. ആര് പറയും? പിശാച് പറയും. ശത്രുവായ ശൈത്താൻ പറയും, നമ്മുടെ വീട്ടിൽ വെച്ച് പറയും. ഗൗരവമായി വിഷയത്തെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിൽ ആരുടെയൊക്കെ വീടുകളിൽ പിശാച് അത് പറയും. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്ന എത്ര ആളുകളുണ്ട്? ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പടച്ചതമ്പുരാനെ ഓർക്കുന്ന എത്ര ആളുകളുണ്ട്? നമ്മളിൽ പല ആളുകളും അങ്ങനെ ഓർക്കുന്നില്ല എങ്കിൽ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിൽ പിശാചുണ്ട് എന്നാ. നമ്മുടെ വീട്ടില് പിശാചുണ്ട്, പിശാചിന് ഭക്ഷണവും നമ്മുടെ വീട്ടിലുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകന്റെ അധ്യാപനം, വഇദാ ദഖല ഫലം യദ്കുരില്ലാ ഇൻദ ദുഖൂലിഹി ഖാല ശൈത്വാൻ, ഒരാൾ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അല്ലാഹുവിനെ ഓർത്തില്ല, അള്ളാഹുവിനെ സ്മരിച്ചില്ല. ഖാല ശൈത്താൻ, അപ്പോൾ ശൈത്താൻ പറയും, അദ്റക്തുമുൽ മബീത്, ഞാൻ എന്ത് കണ്ടെത്തിയിരിക്കുന്നു? താമസ സ്ഥലം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആര് പറയും? ശൈത്താൻ പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിൽ പിശാച് പറയും, ഇന്ന് എനിക്ക് ഇവിടെ ഭക്ഷണമുണ്ട്, താമസ സ്ഥലമുണ്ട്, പിശാച് പറയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഗൗരവമാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ദുആകൾ ശീലമാക്കണം, പ്രാർത്ഥനകൾ നമ്മുടെ വീട്ടിൽ പതിവാക്കണം. പ്രവാചക തിരുമേനി പഠിപ്പിച്ചു, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകൾ, പ്രവാചകന്റെ ജീവിതം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പ്രാർത്ഥനകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള ധാരാളം പ്രാർത്ഥനകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതിലെ പല പദങ്ങളെ സംബന്ധിച്ചുമൊക്കെ പല ആളുകളും വീടുകളിലെ ചുമരുകളിൽ എഴുതി വച്ചിരിക്കുന്ന പല പ്രാർത്ഥനകളിലെയും പദങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ഹദീസുകൾ ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ബിസ്മില്ലാ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യ. വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, അറിയാം നമുക്ക്. ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി ഫഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. അപ്പൊ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവിനെ ഓർക്കണം. വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കണം. വീട്ടിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഒരുപാട് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ എവിടുന്ന ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്, പ്രാർത്ഥനയില്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർക്കണ്ടേ? ഓർക്കണം. ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ ബാത്റൂം ഉണ്ട്, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. അവിടെ പടച്ച തമ്പുരാന്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന നിർവഹിക്കണം. പുറത്തു കിടക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, അത് നിർവഹിക്കണം. വീടുകളിൽ ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുന്നുണ്ട്, അവിടെ പ്രാർത്ഥനയില്ലേ? പ്രാർത്ഥനയുണ്ട്, അത് നിർവഹിക്കണം. ഓരോ സന്ദർഭങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച എന്താ? ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്തിട്ടില്ലെങ്കിൽ പിശാച് പറയും, ഇന്ന് എനിക്കവിടെ ഭക്ഷണം ഉണ്ടെന്ന്.
ബാത്റൂമിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിതി. ഈ ഹദീസിനെയൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ധാരാളം ആളുകളെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഈ ഹദീസുകളെ പച്ചയായി കൊണ്ട് ദുർവ്യാഖ്യാനിക്കുന്ന എന്തൊരർത്ഥമാണോ ഹദീസുകളിൽ വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതിനെതിരായി അർത്ഥം പറഞ്ഞ ധാരാളം ആളുകളെ ആധുനിക കാലഘട്ടത്തിലും കുറച്ച് മുമ്പുള്ള കാലഘട്ടത്തിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്തി വൽ ഖബായിതി. എന്തെന്നാ രക്ഷ ചോദിക്കുന്നത്? ആൺപിശാചുക്കളിൽ നിന്ന്, പെൺപിശാചുക്കളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകും, പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, രക്ഷ ചോദിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ നോക്കൂ, നിങ്ങൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോ അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ എന്തിന് സാധ്യത ഉണ്ട്? പിശാചിന്റെ ഉപദ്രവങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. പുറത്തു കിടക്കുമ്പോ പ്രാർത്ഥിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ അള്ളാഹിന്റെ റസൂല് പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പിശാചിന്റെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എവിടെ അള്ളാഹുവിനെ ഓർക്കുന്നോ അവിടെ റബ്ബിന്റെ സംരക്ഷണമുണ്ട്. എവിടെ അള്ളാഹുവിനെ ഓർക്കാതിരിക്കുന്നോ അവിടെ പിശാച് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല പ്രാർത്ഥനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ശീലം, പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചില വീടുകളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഇന്നലെ രാത്രി ഒരു വീട്ടിലാണ്, ഇവിടെയല്ലാത്ത ജുബൈലിലല്ലാത്ത മറ്റൊരു സ്ഥലത്താണ് താമസിച്ചത്. ആ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. ഒരുപാട് പ്രാർത്ഥനകൾ, ഓരോ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ കൃത്യമായി ആ വീട്ടിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. നല്ല മാതാപിതാക്കളായാൽ അങ്ങനെയാണ്. മക്കൾ ആ പ്രാർത്ഥനകൾ പഠിക്കണം. ഈ കൂട്ടത്തിലെയും പല ആളുകളുടെയും വീടുകളിൽ അതുണ്ട്, അറിയാം, നന്മയാണത്, നല്ലതാണത്. അത് നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കണം, നമ്മൾ പഠിക്കണം. നമ്മുടെ വീടുകളിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതുകൊണ്ട് പ്രാർത്ഥനകൾ, അള്ളാഹുവിനെ ഓർക്കുന്ന ശീലം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയെടുക്കുക. എങ്കിൽ നമ്മുടെ വീട് ഇസ്ലാമികമായ ഒരു ഭവനമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. സലാം പറയുന്ന എത്ര ആളുകളുണ്ട് വീട്ടിൽ പ്രവേശിക്കുമ്പോ? സലാം പറയാൻ മടിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും. സലാം പറയാൻ മടിക്കുക. എത്ര വലിയ പ്രതിഫലമാണ് സലാം പറയുന്നതിലൂടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫഇദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും. എത്ര ക്ലിയറാ, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള ആളുകളോട് നിങ്ങൾ സലാം പറയണം. ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകളുണ്ട് സലാം പറയുന്ന ആളുകൾ? മക്കളൊക്കെ മദ്രസയിൽ പോയിട്ട് സലാം പറയാനൊക്കെ പഠിച്ച് മക്കൾ വന്ന് സലാം പറഞ്ഞാൽ സലാം മടക്കാൻ മടിക്കുന്ന പിതാക്കളുള്ള കാലഘട്ടമാണ്. ഉമ്മമാര് സലാം മടക്കാൻ മടിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയല്ല, സലാം പറയുന്നതിന്റെ പ്രാധാന്യം ഏറെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വറജുലൻ ദഖല ബൈതഹു ബിസലാമിൻ ഫഹുവ ളാമിനുൻ മിനല്ലാഹി അസ്സ വജല്ല. ളാമിനുൻ എന്നുള്ള പദം ധാരാളം തവണ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്താണ്? ഗ്യാരണ്ടി. പടച്ചോൻ ഗ്യാരണ്ടി നിനക്ക്. എന്തിനാ? വറജുലൻ ദഖല ബൈതഹു ബിസലാമിൻ. സലാം കൊണ്ട് ഒരാൾ വീട്ടിൽ പ്രവേശിച്ചു. ഫഹുവ ളാമിനുൻ അലല്ലാഹി അസ്സ വജല്ല. അവൻ എന്തുണ്ടെന്ന? പടച്ചോന്റെ സംരക്ഷണം ഉണ്ടാകുന്ന. അള്ളാന്റെ സംരക്ഷണം വേണോ? വീട്ടിൽ പ്രവേശിക്കുമ്പോ സലാം പറയണം. വീട്ടിൽ പ്രവേശിക്കുമ്പോ സലാം പറയണം. ഭാര്യമാരോട് സലാം പറയണം, മക്കളോട് സലാം പറയണം, മക്കൾ പിതാക്കളോട് സലാം പറയണം. ചെറിയ കുട്ടികൾ പറയും, ഞാനും നിങ്ങളും, നമ്മൾ എത്ര വയസ്സുള്ളവരാ? 10, 30, 35, 40, 40കാരൻ 60കാരനായ പിതാവിനോട് സലാം പറയാൻ മടിയാ. ചെറിയ കുട്ടികൾ പിന്നെ കുട്ടികളല്ലേ, 5, 10, 15 വയസ്സുള്ള കുട്ടികൾ വലിയ പ്രയാസമില്ലാതെ പറയും. പക്ഷെ നമ്മൾ പ്രായമുള്ള പിതാക്കളായ രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ ബാപ്പമാരോട് സലാം പറയാറുണ്ടോ? നമ്മുടെ ഉമ്മമാരോട് നമ്മൾ സലാം പറയാറുണ്ടോ? നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ സലാം പറയാറുണ്ടോ? നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോൾ എത്ര ആളുകൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും? മനസ്സ് പറഞ്ഞാൽ മതി, ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ എന്റെ ബാപ്പാനോട് സലാം പറഞ്ഞ് കൈ കൊടുത്താ പോകുന്നത്. സലാം പറയാതെ, ബാപ്പയെ ശ്രദ്ധിക്കാതെ, മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത, ഈ വിഷയത്തിലൊന്നും പരിഗണിക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ഞാൻ ആരെയും വിമർശിക്കാൻ പറയുന്നതല്ല. അതുകൊണ്ട് സലാം പറയുന്ന ശീലം നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ വീടിന്റെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. അതിലൂടെ പടച്ച തമ്പുരാന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി പഠിപ്പിച്ചത് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കണം. വീട്ടിൽ പാടില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്.
നമ്മുടെ വീട്ടിൽ സംഗീതോപകരണങ്ങളുണ്ട്. പല വീടുകളിലും സംഗീതോപകരണങ്ങളുണ്ട്. എന്തിനാണ് സഹോദരങ്ങളെ? സംഗീതോപകരണങ്ങൾ കൊണ്ട് നമ്മുടെ വീടുകളിൽ എന്ത് നന്മയാണുള്ളത്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ വീടുകളിലുള്ള ചാനലുകളിലൂടെ, നമ്മുടെ വീടുകളിലുള്ള മറ്റു ആധുനിക സംവിധാനങ്ങളിലൂടെ എന്തൊക്കെ നന്മയാണ് നമ്മൾ നേടിയെടുക്കുന്നത്? ഗൗരവമായി ആലോചിക്കണം. എന്തൊക്കെ നന്മ ലഭിക്കുന്നുണ്ട്, ഏതൊക്കെ തിന്മകളുണ്ട്. പല ആളുകളുടെയും വീടുകളിൽ ഇന്നും സീഡികൾ ഉണ്ടാകും. എന്തിന്റെ സീഡികള്? മാപ്പിളപ്പാട്ടിന്റെ സീഡികള്. അതേപോലെ തന്നെ മ്യൂസിക് ഉള്ള സിനിമാ ഗാനങ്ങളുള്ള, അതല്ലെങ്കിൽ ആൽബങ്ങൾ, പല രീതിയിലുള്ള കാര്യങ്ങൾ. ആര് പഠിപ്പിച്ചു? അത് ആരാ പറഞ്ഞു തന്നത്? വീട്ടിൽ അത് കേൾക്കാതെ ഉറങ്ങാൻ സാധിക്കാത്ത യുവതലമുറ, പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്ത യുവതലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാടില്ല. നമ്മുടെ വീടുകളിൽ അതുണ്ടാകാൻ പാടില്ല. വീടുകളിൽ നിന്ന് അത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വീടുകളിൽ നിന്ന് ഒഴിവാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. എല്ലാം ഒഴിവാക്കണം. നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, അത് എനിക്കും നിങ്ങൾക്കും അറിയാം, എന്റെ വീട്ടിലെ ഇന്ന കാര്യം തിന്മയാണ് എന്ന് ബോധ്യമുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതിൽ നമുക്ക് നന്മയില്ല എങ്കിൽ അത് ഒഴിവാക്കേണ്ടത്. ടി വി ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാ? സാധാരണ ഒരു കഥ പറയാറുണ്ട്, മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു കുട്ടി, ആ കുട്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ടി വി ആക്കണേ എന്ന്. അപ്പൊ ആ കുട്ടിനോട് ചോദിച്ചു, മോനെ നീ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആ കുട്ടി പറഞ്ഞത് എന്താ? ഏത് സമയവും എന്റെ ഉമ്മയും എന്റെ വീട്ടുകാരും ഒക്കെ ടിവിന്റെ മുമ്പിലാ. എന്നെ ടി വി ആക്കിയാൽ എപ്പോഴും അവരെന്നെ നോക്കിയിരിക്കുമല്ലോ, അവരെപ്പോഴും എന്റെ അടുത്തുണ്ടാകുമല്ലോ. ഇതവർക്ക് എന്നെ ശ്രദ്ധിക്കാൻ നേരമില്ല, അവർക്ക് എന്നെ നോക്കാൻ സമയമല്ല, അവര് ടി വിയുടെ മുമ്പിലാ. അപ്പൊ എന്നെ ടി വി ആക്കിയാൽ എന്റെ ഉമ്മയും എന്റെ സഹോദരങ്ങളും എന്റെ വീട്ടുകാരും ഒക്കെ എന്റെ കൂടെയുണ്ടാകുമല്ലോ എന്ന ഒരു കഥ വായിക്കാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയാണ് പല ചാനലുകളിലൂടെയും വരുന്ന സീരിയലുകളുടെ പിറകെയാണെന്ന് ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീ സമൂഹം. നമ്മൾ വിചാരിക്കുന്നത് സീരിയലുകളൊക്കെ കഴിഞ്ഞു, സീരിയലുകളുടെ യുഗമൊക്കെ അവസാനിച്ചു. ഇപ്പൊ റിയാലിറ്റി ഷോകളുടെ കാലമാണ്. റിയാലിറ്റി ഷോകളുടെ പിറകിലാണ് ഉമ്മമാര്, മാത്രല്ല പല ആളുകളും. അപ്പൊ അതുകൊണ്ട് ഗൗരവമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഏതിലൊക്കെ നന്മയുണ്ടോ നന്മ നമുക്ക് സ്വീകരിക്കാം. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിവിന്റെ പരമാവധി ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകൾ ഇസ്ലാമിക ഭവനമാക്കി മാറ്റാൻ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ വീടുകളിൽ സീഡികൾ ഉണ്ടാകണം. സംഗീതത്തിന്റെ സീഡി അല്ല, പ്രഭാഷണങ്ങളുടെ സീഡി ഉണ്ടാകണം. സാധിക്കുമെങ്കിൽ പ്രഭാഷണങ്ങളുടെയും പുസ്തകങ്ങളുടെയും ഒക്കെ ഒരു ചെറിയ ലൈബ്രറി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ. അതൊരു നന്മയാണ്. നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നു. ആ അതിഥി വന്നാൽ പലപ്പോഴും പല ആളുകൾക്കും അതിഥിയെ തനിച്ചിരുത്തി എങ്ങോട്ടെങ്കിലും പോകേണ്ട, മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും, ജോലികൾ ഉണ്ടാകും. ആ സമയത്ത് എന്താ പല ആളുകളും ചെയ്യാറുള്ളത്? അതിഥിക്ക് ആൽബം കൊണ്ടുപോയി കൊടുക്കും. ആരുടെ ആൽബം? അവന്റെ വിവാഹത്തിന്റെ ആൽബം. അതല്ലെങ്കിൽ അതുപോലെയുള്ള ടൂറ് പോയ, ഒരുപക്ഷെ അവന് കാണാൻ പാടില്ലാത്ത ഒരുപാട് ചിത്രങ്ങളുള്ള ആൽബങ്ങൾ കൊണ്ടുപോയി കൊടുക്കും, സമയം കളയാൻ. നമ്മുടെ വീട്ടിൽ ഒരു ലൈബ്രറി ഉണ്ട് എങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരു ടിവിയും, ആ ടിവിയിലൂടെ പ്രഭാഷണങ്ങളും കേൾപ്പിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകുമെങ്കിൽ അതൊരു നന്മയല്ലേ? എത്ര ആളുകളുടെ വീട്ടിൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട്? അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ എത്ര ആളുകളുടെ അടുത്തുണ്ടായിട്ടുണ്ട്? വലിയ വീടുകൾ ഉണ്ടാക്കും നമ്മളിൽ പല ആളുകളും. വീടുകൾ ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല, അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരുമെങ്കിൽ അതിന് പറഞ്ഞാൽ മതി. ഒരു വീടുണ്ടാക്കുന്നതിന് വിരോധമൊന്നുമില്ല, വീട് മനുഷ്യന്റെ സൗഭാഗ്യമാണ്. പക്ഷേ എന്റെ കൊക്കിൽ കൊള്ളുന്ന വീട് ഞാൻ ഉണ്ടാക്കാൻ പാടില്ല. എനിക്ക് സാധിക്കുന്ന വീട്, എനിക്കുണ്ടാക്കാൻ സാധിക്കുന്ന വീട്, എനിക്ക് ആവശ്യമുള്ള വീട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലെ പ്രയോഗം ശ്രദ്ധേയമാണ്. ഒരു വീട്ടില് 6 ആളുണ്ടെന്ന് വിചാരിച്ചോളൂ. 6 ആള്. ആ വീട്ടിൽ എത്ര റൂം ഉണ്ടാകാം? 7 റൂം ഉണ്ടാക്കാം. 6 ആളുണ്ടെങ്കിൽ 7 റൂം ഉണ്ടാക്കാം. എന്തുകൊണ്ടാ? 6 ആളുകൾക്ക് ഓരോ റൂമുകൾ വേണം, ശരിയാണ്. 7ാമത്തെ റൂമാർക്ക അതിഥിയായിക്കൊണ്ട് ആരെങ്കിലും കടന്നു വരാം. 8ാമത്തെ റൂമാർക്ക ഒഴിഞ്ഞു കിടക്കുന്ന റൂമുകളിൽ പിശാച് താമസിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 ആളുകൾ 3 ആളുകളുള്ള 3 മെമ്പർമാരുള്ള പിതാവ് വീടുണ്ടാക്കുക. ഗൾഫിൽ വന്നിട്ട് ഒരുപാട് പണം സമ്പാദിച്ചിട്ട് വലിയ വീടുകൾ ഉണ്ടാക്കുക. 8ഉം 10ഉം 15ഉം റൂമുകളുള്ള വീടുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടി? പിശാചിന് താമസിക്കുവാനുള്ള റൂം നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണോ? പ്രവാസികൾ ആലോചിക്കണം. പണം ലഭിക്കുമ്പോൾ, സമ്പത്ത് ലഭിക്കുമ്പോൾ എന്തുമാകാമെന്ന് ചിന്തിക്കരുത്. ഇസ്ലാമികമായി കൊണ്ടുള്ള ഭവനമാകണം. വീടുണ്ടാക്കാൻ പ്രശ്നമല്ല.
നല്ല വീടുണ്ടാക്കാൻ കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീടിനെ കുറിച്ച് നിങ്ങളോട് ആരോടും അല്ലാഹു ചോദിക്കൂല. എന്റെ വീടിനെ കുറിച്ച് എന്നോട് പടച്ചോൻ ചോദിക്കും. എവിടുന്ന് ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടാക്കിയത്, ഇങ്ങനെ ഒരു വീട് നിനക്ക് ആവശ്യമുണ്ടോ? അല്ലാഹ് ചോദിക്കും. ഞാനാ മറുപടി പറയേണ്ടത്. നിങ്ങളുടെ വീടുകളെ കുറിച്ചില്ല. റബ്ബിന്റെ ചോദ്യം എന്നോടില്ല, മറ്റൊരാളോടില്ല, നിങ്ങളോട് ചോദിക്കും. നമ്മൾ മറുപടി അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ആ വിഷയം നമ്മൾ സ്വയം തീരുമാനിക്കുക. നമ്മളിൽ എത്ര ആളുകളുടെ വീടുകളിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, വലിയ വലിയ റൂമുകളുണ്ട്, വലിയ സിറ്റൗട്ടുകളുണ്ട്, വലിയ വലിയ കൊലായികളുണ്ട്, വലിയ സ്ഥലങ്ങളുണ്ട്, വിശാലമായ സ്ഥലങ്ങളുണ്ട്. പല ആളുകൾക്കും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ അയൽവാസികളായ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് വിചാരിച്ച, അങ്ങനെ ക്ലാസ് എടുപ്പിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്, ഉണ്ട് എന്നറിയാം. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്ത ആളുകളുണ്ട്. ഇവിടെ മാത്രമല്ല, നാട്ടിലും നടക്കും. നമ്മുടെ നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ അയൽവാസികളെയെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പ്രവാചകനെ കുറിച്ചും മതത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ എന്താ പ്രയാസം, എന്ത് ബുദ്ധിമുട്ടുള്ളത്? എത്ര മാറ്റങ്ങളാണ് അതിലൂടെയൊക്കെ ഉണ്ടാകുന്നത്. കേരളത്തിൽ കുടുംബ സംഗമങ്ങൾ ധാരാളം നടന്നു വരുന്നുണ്ട്. എവിടെയാ നടക്കുന്നത്? കുടുംബ സംഗമങ്ങൾ നടത്താൻ ഓഡിറ്റോറിയത്തിന്റെ ആവശ്യമുണ്ടോ? അതേപോലെ തന്നെ മദ്രസ ഹാളുകൾ തന്നെ ഉപയോഗിക്കണമെന്നുണ്ട്? ഇല്ല. നമ്മുടെ വീടുകളിൽ നടക്കട്ടെ. 10, 15, 20 ഒക്കെ വീടുകൾ, ആ വീട്ടിലുള്ള മെമ്പർമാർ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി അവിടെ ക്ലാസ് നടക്കുമ്പോൾ ആ വീടിന്റെ ബർക്കത്ത് എത്രയാണ്! അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു സദസ്സായി ആ വീട് മാറുകയാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം, നന്മക്ക് വേണ്ടി ചിന്തിക്കുക. നമ്മുടെ വീടുകളിൽ ലൈബ്രറികൾ സ്ഥാപിക്കാൻ, ലൈബ്രറി ഉണ്ടായാൽ പോരാ, പുസ്തകങ്ങൾ വാങ്ങി അലമാരകളിൽ ഭദ്രമായി അടുക്കി വെച്ചാൽ പോരാ, ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കണം. പ്രത്യേകിച്ച് അമാനി മൗലവിയുടെ തഫ്സീർ, മലയാളത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമായ അമാനി മൗലവിയുടെ തഫ്സീർ സഹോദരങ്ങളെ വാങ്ങണം. വാങ്ങിയാൽ പോരാ, വായിക്കണം. എന്തിനു വായിക്കണം? വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. വായിക്കാത്തതിന്റെയും പഠിക്കാത്തതിന്റെയും ഒക്കെ ഉദാഹരണങ്ങൾ ധാരാളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. വായിക്കാത്തതിന്റെയും പഠിക്കാത്തതിന്റെയും അടിവരയിട്ടുകൊണ്ട് തന്നെ പറയട്ടെ, എന്റെയും നിങ്ങളുടെയും വായനകളുടെ പഠനത്തിന്റെ കുറവ് കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. പഠിക്കാൻ തയ്യാറാകണം. വിശുദ്ധ ഖുർആനും ഇസ്ലാമും പഠിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പഠിക്കണം. എന്തൊരു വിഷയം ഉണ്ടായാലും പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് എന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോഴാണ് നമുക്ക് മറ്റുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അതിനെന്തു വേണം? നമ്മൾ പഠിക്കണം. നമ്മുടെ വീട്ടില് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ ചുരുങ്ങിയത് അമാനി മൗലവിയുടെ തഫ്സീറെങ്കിലും നമ്മുടെ വീട്ടിൽ വാങ്ങി വെക്കണം, നമ്മുടെ വീട്ടിലുണ്ടാകണം. അമാനി മൗലവിയുടെ ചെറിയ പുസ്തകമുണ്ട്, ഇസ്ലാമിക ജീവിതം. വായിക്കണം. നമ്മൾ വായിക്കേണ്ട പുസ്തകമാണ്. ചില ഹദീത്തുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഇന്നുള്ളത് പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ചില ഹദീത്തുകളൊക്കെ ദുർബലമായത് വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കിയാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ഇന്ന് നമുക്കുണ്ട്. ഹദീത്തുകളിൽ ഏതാണ് സ്വഹീഹ്, ഏതാണ് ലഈഫ്, എന്താണ് മൗഖൂഫ് എന്ന് പറഞ്ഞ ഒക്കെ നമുക്കറിയാൻ പറ്റും. പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് വായിക്കണം. ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ് നമുക്ക് ഫ്രീ ആയിക്കൊണ്ട്. വിശേഷ്യ സൗദി അറേബ്യയിലെ ജാലിയാത്തുകളിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കും. പല പുസ്തകങ്ങളും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്, നമ്മൾ വായിക്കാറില്ല. അതുകൊണ്ട് സ്വയം പഠിക്കാൻ, സ്വയം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിക ഭവനം നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ, വൈകുന്നേര സമയമാകുമ്പോ എന്താ ചെയ്യല്? വീടിന്റെ വാതിലൊക്കെ തുറന്നിടും, വീടിന്റെ ജനലൊക്കെ തുറന്നിടും. ആരാ പഠിപ്പിച്ചത്? ആരാ അത് പറഞ്ഞത്? നിങ്ങൾ അടക്കണമെന്ന് റസൂല്, തുറന്നിടുന്നു നമ്മള്. ആരാ റസൂലിന്റെ ആളുകള്? എന്തിനാ റസൂൽ അത് പറഞ്ഞത്? നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം. നിങ്ങൾ കുട്ടികളെ പിടിച്ച് പിശാച് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. പൈശാചികമായ ബാധയുണ്ട്. കുട്ടികളെ പിശാച് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹദീസുകളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പിശാചുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന, നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഒരു തരത്തിലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒട്ടനവധി സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലും പിശാചിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കേൾക്കാൻ തയ്യാറാകണം, പഠിക്കാൻ മനസ്സ് കാണിക്കണം. പ്രവാചക തിരുമേനി പഠിപ്പിച്ചു, വൈകുന്നേര സമയമായാൽ നിങ്ങൾ വാതിലുകൾ അടക്കണം ചെയ്യണം. നമ്മൾ കുട്ടികളെ പിടിച്ചു വെക്കണം. വൈകുന്നേര സമയത്ത് കുട്ടികളെ പുറത്തേക്ക് ഇറക്കി വിടരുത്. കുട്ടികളെ പുറത്തിറക്കി വിടാൻ പാടില്ല. ഗൗരവമായ ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാകണം. വീട്ടിലുള്ള പാത്രങ്ങൾ മൂടി വെക്കണം. ആരുടെ അധ്യാപന? റസൂലുള്ളാഹി പറഞ്ഞു, വിളക്കുകൾ നിങ്ങൾ അണക്കണം ഉറങ്ങാൻ കിടക്കുമ്പോ.
സഹോദരങ്ങളെ, അതിലൂടെയൊക്കെ നമുക്ക് നന്മ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമികമായ ഒരു ഭവനമുണ്ടാക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുദീർഘമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വീട് സ്വപ്നമാണ്, വീടുണ്ടാക്കണം. പക്ഷേ ആ വീട് ഇസ്ലാമികമല്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, റബ്ബിന്റെ ചോദ്യമുണ്ടാകും, റബ്ബിന്റെ വിചാരണയുണ്ടാകും. റബ്ബിന്റെ വിചാരണക്ക് മറുപടി പറയേണ്ടി വരും. ഏതൊക്കെ കാര്യത്തിന് മറുപടി പറയേണ്ടി വരും? വീട്ടിൽ നടക്കുന്ന തിന്മകൾ നമ്മൾ കാരണക്കാരാകാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊരു വിവാഹം നടക്കുക, വലിയ ആഗ്രഹമാണ്. വീടൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം മകന്റെയോ മകളുടെയോ വിവാഹം നടക്കുക. എത്ര ആളുകൾ അതിന്റെ പേരിൽ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിരല് കടിക്കുന്നറിയോ? എത്ര ആളുകൾ? എന്തേ കാരണം? വിവാഹം ഉണ്ടാക്കി, വിവാഹം നിശ്ചയിച്ചു, ഏതെങ്കിലും ഒരു തീയതി വിവാഹമാണ്. വിവാഹത്തിന്റെ തലേന്ന് രാത്രി എല്ലാ ആളുകളും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അന്യ പുരുഷന്മാരുണ്ട്, അന്യ സ്ത്രീകളുണ്ട്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന തിന്മകൾ എത്രയാ സഹോദരങ്ങളെ? ആ തിന്മകൾക്കാരാ പടച്ച തമ്പുരാനോട് സമാധാനം പറയേണ്ടത്? നമ്മുടെ വീടുകളിലേക്ക് മറ്റുള്ള ആളുകൾ കടന്നു വരുന്നു. ആരാ വിളിച്ചത്? നമ്മളാ വിളിച്ചത്. തിന്മ ചെയ്യാനുള്ള സാഹചര്യം ആരാ ഉണ്ടാക്കി കൊടുത്തത്? നമ്മളാ ഉണ്ടാക്കി കൊടുത്തത്. കല്യാണത്തിന് ഏത് രീതിയിലായിരിക്കണം വിവാഹം നടക്കേണ്ടത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിട്ടുകളിച്ചപ്പോ നമ്മുടെ വീടുകളിൽ, പല വീടുകളിലും തിന്മകൾ നടന്നു. അത്തരത്തിലുള്ള തിന്മകളുടെ പേരിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം പോലും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ തിന്മ നടക്കുന്ന സാഹചര്യങ്ങൾ തടയണം. ഒരു തിന്മക്കും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് കാരണമായി കൂടാ. ചില ആളുകൾ വീടുണ്ടാക്കാൻ വേണ്ടി പട്ടയം കൊണ്ടുപോയി, ആധാരം കൊണ്ടുപോയി ബാങ്കിൽ വെക്കുന്ന ആളുകളുണ്ട്. എന്തിനാ? വീടുണ്ടാക്കാൻ വേണ്ടി. പലിശക്ക് പണമെടുത്തുകൊണ്ട് വീടുണ്ടാക്കുന്ന ആളുകളുണ്ട്. അറിയാതെ ചെയ്ത ആളുകളുണ്ട്. തെറ്റാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയ ആളുകളുണ്ടാകാം. ഇതാ ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ എന്റെ സഹോദരങ്ങളോട് പറയുന്നു, പലിശക്ക് പണമെടുത്തുകൊണ്ട് വീടുണ്ടാക്കാൻ പാടില്ല. ബാങ്കിൽ പ്രവാസികൾക്ക് നല്ല ലോണ് കിട്ടും. ഇപ്പൊ പുറത്തു വരുന്ന പത്രവാർത്തകള് സന്തോഷം നൽകുന്ന കാര്യമാണെന്നൊക്കെ പലരും പറയാറുണ്ട്. എന്താ? കാർഷിക ലോണ് പ്രവാസികൾക്ക് അങ്ങോട്ട് വിട്ടഴിച്ച് കൊടുക്കാന്ന് മന്ത്രി പറയുന്നു, പല ആളുകളും പ്രഖ്യാപിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നതൊക്കെ നന്മയാണ് എന്ന്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല. പലിശയിൽ കെട്ടിയുണ്ടാക്കിയ വീടാകരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ നന്മകളും നിറകൊള്ളുന്ന, എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വീടാക്കി നമ്മുടെയൊക്കെ വീടുകളെ മാറ്റുവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരികൾ, വിശ്വാസികളായ അവരുടെ പാപങ്ങൾ പടച്ച തമ്പുരാൻ പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.